ഭൂമിഗീതത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ആലപ്പുഴ ജില്ലയിലെ കരുണ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ പ്രോജക്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ ചെങ്ങന്നൂരിലെ കൊഴുവല്ലൂരിൽ അതിവേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ചില ദൃശ്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ഏവർക്കും അതിലേക്ക് സ്വാഗതം. ജിബിൻ, ഈ പ്രോജക്റ്റിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊന്ന് ചുരുക്കി പറയാം. കരുണ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി എന്ന നാമധേയത്തിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ആരാരുമില്ലാത്ത ആളുകൾ, അതായത് രോഗികളായിട്ടുള്ളവർ, വിദ്യാഭ്യാസം കിട്ടാത്ത കുട്ടികൾ, പിന്നെ അവരെ എല്ലാം കരുതുവാനും അവർക്ക് കൃത്യമായ വിദ്യാഭ്യാസം കൊടുക്കുവാനും അവരെ കൂടുതൽ സമൂഹത്തിൽ ഭാഗത്തായിക്കൊണ്ട് അവസാന കാലഘട്ടത്തിൽ നല്ലൊരു ജീവിതാവസാനം അവർക്ക് ചുറ്റുകൊടുക്കാനും വേണ്ടിയാണ് ഈ പ്രൊജക്റ്റ് ഇങ്ങനെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ജൈവ പച്ചക്കറി. നമുക്കറിയാം, കാർന്നു വന്നുകൊണ്ടിരിക്കുന്ന ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗം നമ്മുടെ സമൂഹത്തിൽ ഒരു വലിയൊരു ശാപമായി തീർന്നിരിക്കുകയാണ്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു പഴയ കാലഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ട് ജൈവ കൃഷിക്ക് ഊന്നൽ നൽകി കൂടിയാണ് ഈ പ്രോജക്റ്റുമായി വിഷമുക്തമായ ആഹാരം. ഇത് ലാഭം ഉണ്ടാക്കുവാൻ വേണ്ടി ഉള്ള സ്ഥാപനമല്ല. ഇത് ലാഭം കുറഞ്ഞാലും ഇത് നഷ്ടമായി തന്നെയാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെങ്കിൽ ഇതിൻ്റെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ജൈവവളങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ ഒരു നല്ല ആഹാര രീതി മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കപ്പെടുന്നു. ഇത് ഒരു ചരിഞ്ഞ കുന്നിൻ പ്രദേശമായിരുന്നല്ലോ, അത് എങ്ങനെയാണ് ഈ രൂപത്തിലാക്കിയെടുത്തത്? എന്നാണ് അത് അങ്ങനെ ചെയ്തെടുത്തത്? ഇത് ഇപ്പം 1 വർഷമാകുന്നു. ഇതിന്റെ നേതൃത്വം കൊടുക്കുന്നത് ബഹുമാനീയനായ സജി ചെറിയാനാണ്. അദ്ദേഹത്തിന്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരം കൂടിയാണ് ഈ ഇങ്ങനെ ഒരു പദ്ധതിക്ക് നേതൃത്വം കൊടുക്കുന്നത്. ബഹുമാനീയനായ സജി ചെറിയാൻ അദ്ദേഹം ഈ പദ്ധതി ഏറ്റെടുക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് തന്നെ ആശയക്കുഴപ്പമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള ഒരു പ്രതിസന്ധി അദ്ദേഹത്തിന് തോന്നിയില്ല. ഞങ്ങൾക്ക് സംശയമായിരുന്നു. ആദ്യം വരുമ്പോൾ ഒരു കുന്ന് അതെല്ലാം ലെവൽ ചെയ്ത് എങ്ങനെയായി തീരുമെന്ന് പറയാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോഴാണ് ഇതൊരു പ്രകൃതി രമണീയമായ കാഴ്ച. അത് അദ്ദേഹത്തിന് പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. കാരണം ഈ പേരിങ്ങനെ ഒരു സ്ഥലം കണ്ടെത്തി നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലം ആക്കി മാറ്റി മനുഷ്യർക്ക് നല്ലൊരു സന്ദേശം കൊടുക്കുവാൻ. നമ്മുടെ നാട്ടിൽ അനേകം സമ്പന്നന്മാരുണ്ട്. അവരെല്ലാം ഈ കാശ് പൂഴ്ത്തി വെച്ച് ഒന്നുമല്ലാതെയായി പോകുന്ന കാലഘട്ടത്തിൽ അവസാനം ഈ മക്കളെ ഒക്കെ പഠിപ്പിച്ച് നല്ല നിലയിലാക്കി ലാസ്റ്റ് മാതാപിതാക്കളെ വേണ്ടാത്ത ഒരു സ്ഥിതിയിലേക്ക് എത്തുമ്പോൾ അവർക്ക് വേണ്ടി എല്ലാം പുള്ളിയുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ്. അത് സജി ചെറിയാൻ്റെ വലിയൊരു ഇടപെടലാണ് ഇതിൻ്റെ സാമ്പത്തികം ഉണ്ടാക്കുന്നതിലും എല്ലാ കാര്യത്തിലും. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഇറങ്ങിയപ്പോൾ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും രാഷ്ട്രീയം നോക്കാതെ തന്നെ അദ്ദേഹത്തിനോട് അണിചേർന്നു എന്നുള്ളതാണ്. ഓണത്തിന് ഇവിടെ ഒരു നല്ല ബമ്പർ ക്രോപ്പ് തന്നെ പച്ചക്കറികൾക്ക് കിട്ടി എന്നാണ് അറിയുന്നത്. അത് വിറ്റഴിക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഇവിടെ വന്ന ആളുകൾ, പല പ്രദേശത്തു നിന്നും ആളുകൾ വന്ന് ഇവിടുന്ന് സാധനങ്ങൾ കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നു. അപ്പം ആ ആളുകൾക്ക് ഇത് കണ്ടു കഴിയുമ്പോൾ തന്നെ അവർക്ക് തന്നെ ഇത് ഒരു പച്ചക്കറി കൃഷിത്തോട്ടം തുടങ്ങുവാനുള്ള ഒരു മനസ്സ് തുറക്കുന്നു. അത് ഒരു നല്ലൊരു ഗുണം തന്നെയാണ്. അപ്പോൾ കൃഷിയിലേക്ക് അവർ കൂടുതൽ ആകർഷകരാവുകയാണ്. ഇതിന് നേതൃത്വം വഹിക്കുന്നത് ഒന്ന് രതീഷ്, പിന്നെ മാത്യു. ഇവരാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ. പ്രേക്ഷകർക്ക് കാണണ്ടേ, ഇങ്ങോട്ട് വരൂ. ഈ കൊടും വെയിലിൽ ഇവരാണ് ഈ കൃഷിയെ സംരക്ഷിക്കുന്നത്. ഇതിന് വേണ്ടുന്ന ഒരു കുടുംബത്തിലെ അംഗങ്ങളെ സ്നേഹിക്കുന്ന പോലെയാണ് ഇവർ ഈ കൃഷിത്തോട്ടത്തെ സ്നേഹിക്കുന്നത്. ഇത് തുടക്കത്തിൽ തന്നെ വലിയ ഒരു വിജയമായിട്ടാണ് ഈ സംരംഭം തുടങ്ങിയിരിക്കുന്നത് തന്നെ. തീർച്ചയായിട്ടും കൂടുതൽ വിജയത്തിലേക്ക് മുന്നേറട്ടെ. കൈരളി ടിവിയുടെ എല്ലാ ഭാവുകാശംസകളും. ഓക്കെ.
നമസ്കാരം രതീഷ്. നമസ്കാരം. രതീഷ്, ഇവിടെ എന്തൊക്കെ കൃഷികളാണ് ആകെപ്പാടെ ഉള്ളത്? ഇവിടെ നമ്മൾ വെൺമണി, കരുണ, പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിൻ്റെ വെച്ച് നടത്തുന്ന ഈ കൃഷി ആദ്യം നമ്മൾ പയർ ഒരു 500 മൂടോളം പയറ്, പാവൽ ഒരു 500 മൂട് പാവല്, പിന്നെ ഏത്തവാഴ ഒരു 300ഓളം ഏത്തവാഴകൾ, തക്കാളി, പച്ചമുളക്, വെണ്ട, വഴുതന, മത്തൻ, പടവലം, ഇത്രയും കൃഷിയുണ്ട്. ഇവിടെ ഈ കൃഷിയൊക്കെ വളരെ നന്നായിട്ട് ഉണ്ടായി, നല്ല വിളവുണ്ടായി. പ്രത്യേകിച്ച് ഇവിടെ പല പ്രത്യേകതകളും ഉണ്ട്. ഇതൊക്കെ കാണുന്ന പ്രേക്ഷകർക്ക് എങ്ങനെയാണ് ഇത് സാധിച്ചത് എന്ന് അറിയാനായിട്ടുള്ള ഉത്കണ്ഠ ഉണ്ടാവും. അവർക്കത് മനസ്സിലാവാത്തക്ക വിധത്തിൽ. അപ്പൊ ഈ ഓരോന്നിനെ പറ്റി ഒന്ന് ഹ്രസ്വമായിട്ട് വിവരിക്കാമോ? ഇത് നമ്മൾ കൃത്യത കൃഷി, ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയും. കൃത്യത കൃഷി, തുറസായ സ്ഥലത്തെ കൃത്യത കൃഷി എന്ന രീതിയിൽ അവലംബിച്ച് ഹൈടെക് കൃഷികളിൽ ഒരു ഭാഗമാണിത്. അതിനകത്ത് നമ്മൾ ആദ്യമേ 80 സെന്റിമീറ്റർ വീതിയുള്ള വാരം തോണ്ടിയിട്ട് അതിനകത്ത് ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ട്രൈക്കോഡർമ, സൂഡോമോണാസ് എന്നിങ്ങനെയുള്ള ജൈവവളങ്ങൾ നിറച്ച് അതിന് ഡ്രിപ്പ് ഇറിഗേഷൻ, കണികാ ജലസേചനം എന്നുള്ള ഇതിൽ കൃത്യമായ അളവിൽ വെള്ളം കിട്ടത്തക്ക രീതിയിലുള്ള ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്തിട്ട് തുള്ളി നനന്നുള്ള ഇതിൽ ഡ്രിപ്പ് സിസ്റ്റം കൊടുത്തിട്ട് അത് കഴിഞ്ഞ് മൾച്ചിങ് ഷീറ്റ് നിറയ്ക്കുന്നു. മൾച്ചിങ് ഷീറ്റ് നിറച്ചു കഴിഞ്ഞാൽ അതിന് ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മൾ ഹോളുകൾ ഇട്ട് ഇതിനകത്ത് 40 സെൻറ്റിമീറ്റർ, 20 സെൻറ്റിമീറ്റർ, 10 സെൻറ്റിമീറ്റർ അങ്ങനെ ഹോളുകളിട്ട് അതിനകത്ത് തൈകൾ നടും. പയർ ഒരു 600ഓളം മൂട് പയറുണ്ട്. പയറിന് 50 സെൻറ്റിമീറ്റർ അകലത്തിലാണ് ഒരു ഇടയില വിട്ടിരിക്കുന്നത്. ഈ 50 സെൻറ്റിമീറ്റർ അകലത്തിൽ ഇട്ടില്ല വിളവ് ഒരു 600 കിലോയിൽ കൂടുതലോളം വിളവ് കിട്ടി. വിളവ് എഴുത്ത് കഴിയാറായി. നമ്മുടെ ഓണ സീസണിലായിരുന്നതുകൊണ്ട് നേരത്തെ വിളവെടുപ്പ് കഴിഞ്ഞു. പിന്നെ പയറിനെ കുറിച്ച് പയറിൻ്റെ ഇത്രയും നമ്മൾ വളങ്ങൾ കൊടുക്കുന്നത് തന്നെ ജൈവവളം അടിവളമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടും പിന്നെ നാനോ വളങ്ങൾ, ഒരു പുതിയ കമ്പനിയുടെ ഒരു നാനോ വളങ്ങൾ ഉപയോഗിച്ചു. അത് നല്ല വിളവായിരുന്നു കിട്ടിയത്. നാനോ വളങ്ങൾ എത്ര ഇന്റർവെല്ലിലാണ് ഇത് കൊടുക്കുന്നത്? ഒരു ആഴ്ചയിൽ 3 ദിവസം, 4 ഡ്രിപ്പിൽ കലക്കി കൊടുക്കും. 1.5 to 1.5 ml അല്ലെങ്കിൽ ഫോളിയാർ സ്പ്രേ ഇലകളിൽ കൂടി കൊടുക്കുന്ന രീതി കൂടുതലും അവലംബിച്ചിരുന്നത്. ഇവിടെ 4 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള രീതിയിൽ ഇലകളിൽ കൂടി 3 ദിവസത്തിൽ ഒരിക്കൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വളരെ നല്ല വിളവായിരുന്നു. പയറിനൊക്കെ നല്ല ഈൽഡ് കിട്ടി. ഈ പാവലിനും F1 മായ എന്ന ഇനം പാവലായിട്ടിരുന്നു. പാവലും ഒരു 600ഓളം മൂട് പാവലുണ്ടായിരുന്നു. പാവലിനും ഭേദപ്പെട്ട വിള കിട്ടി. പിന്നെ വെണ്ട, അർക്ക അനാമിക എന്ന് പറഞ്ഞ അർക്ക അനാമികയാണ്. പിന്നെ സുപ്രീം എന്ന് പറഞ്ഞൊരു ഹൈബ്രിഡ് വെണ്ട ഉണ്ടായിരുന്നു. പിന്നെ ആനക്കൊമ്പൻ എന്ന് പറഞ്ഞ വഴുതനമാണ്. പിന്നെ മത്തനും തടിയനും വെള്ളരി, അതായത് ശക്തി എന്നും പറഞ്ഞൊരു ഇനം ആയിരുന്നു. നല്ല വിളവുകളെ എല്ലാത്തിനും കിട്ടിയത്. എന്തെങ്കിലും കീടരോഗങ്ങളൊക്കെ വരില്ലേ? നമ്മൾ കീടരോഗങ്ങൾ വരുന്നതിന് നോക്കി നിൽക്കാതെ ആദ്യമേ തന്നെ വേപ്പെണ്ണ ആഴ്ചയിൽ ഒരിക്കൽ സ്പ്രേ ചെയ്യുന്ന വേപ്പെണ്ണ 5 മില്ലി 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ ഇത് ചെയ്ത് വേപ്പെണ്ണ സ്പ്രേ ചെയ്യുന്ന ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് മുഖമൂത്രം അങ്ങനെ ജൈവമായ രീതിയിൽ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ട്രോപ്പിക്കലിന്റെ ട്രാക്ക് ഫോൾഡർ എന്ന് പറഞ്ഞാൽ ജൈവ കീടനാശിനി അത് ഉപയോഗിക്കും. അത്ര ഇത് കണ്ടിട്ടുള്ള സമയത്ത് അല്ലാതെ മറ്റേ പുഴു അങ്ങനെയുള്ള കീടങ്ങളുടെ ശല്യങ്ങൾ വളരെ കുറവായിരുന്നു. വലിയ ശല്യങ്ങളോ കുറവായിരുന്നു. ഓപ്പൺ പ്രിസിഷൻ ഫാമിന്റെ ഒരു പ്രത്യേകത ഇത് തന്നെയാണ്. താഴെ മൂട്ടിൽ നിന്നുള്ള കീടങ്ങളുടെ ശല്യം, അതിന്റെ മൂടഴുകൽ അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. പ്രതിരോധശേഷി കുറവാണെങ്കിൽ പോലും നമ്മൾ ഈ ചെയ്യുന്ന കൃത്യമായ ഇത് ചെയ്യുന്നത് കൊണ്ട് വെള്ളത്തിന്റെ അളവ് കൃത്യമായതുകൊണ്ട് വെള്ളം കൂടുതലാകുമ്പോൾ ചെടികൾക്ക് കൂടുതലും രോഗങ്ങൾ വരാൻ കൂടുതൽ സാധ്യത. ഇപ്പൊ അതിന്റെ കൃത്യമായ എല്ലാം നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് അതിന് വളരെ കുറച്ച് രോഗങ്ങൾ മാത്രമേ. താങ്കളുടെ അഭിപ്രായത്തിൽ ഈ ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് ആണോ നമ്മുടെ പരമ്പരാഗത രീതിയാണോ, ഏതാണ് കൂടുതൽ സൗകര്യപ്രദം, വിജയപ്രദം? ഞാനിപ്പോൾ 2.5 വർഷമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. അന്നേരം അതിനകത്ത് പഴയ പരമ്പരാഗത രീതിയിലുള്ള കൃഷിയും ചെയ്തു. ഇപ്പോൾ പുതിയതായ രീതിയിൽ ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് ഉണ്ട്. നമ്മുടെ മഴമറകളുണ്ട്, റെയിൻ ഷെൽട്ടർ, പിന്നെ പോളി ഹൗസ്
അതിനകത്ത് കൃഷി. ഇതിലെല്ലാം ഓരോന്നിനും അതിൻ്റെതായ രീതിയിലുണ്ട്. പഴയ രീതിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ പുതിയതാകുമ്പം കുറേയേറെ സ്ഥലങ്ങൾ കൃഷി ചെയ്യാൻ നമുക്ക് സാധിക്കും. ഈ മറ്റേതാകുമ്പോൾ 50 സെന്റ് കുറേ സ്ഥലങ്ങളിൽ കൃഷി ചെയ്യാൻ ഒക്കുന്നുള്ളൂ. അത് ഒരു വ്യത്യാസമാണ്. പഴയ രീതിയിലുള്ളതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ, ഒരുപാട് കീടങ്ങളുടെ ആക്രമണം, ചെവിട്ടിൽ നിന്നുള്ള രോഗങ്ങളുടെ വളരെ ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള വളരെ കുറവാണ് ഈ കൃഷി രീതി. ഇപ്പോഴും എൻ്റെ അഭിപ്രായത്തിൽ പുതിയ രീതിയിലുള്ള കൃഷി ചെയ്യാൻ കൂടുതൽ ചെയ്യാനുള്ളൊരു സൗകര്യവും കൂടെ കിട്ടും. നമുക്ക് സമയം ഒരുപാട് ലാഭം, ജോലിക്കുറവ് കുറവുണ്ട്, പിന്നെ വെള്ളത്തിൻ്റെ അളവ് കുറവുണ്ട്. മറ്റേ നമ്മൾ നാടൻ രീതിയിൽ ചെയ്യുമ്പോൾ തടം നിറഞ്ഞ് മരം നിറഞ്ഞ സാധാരണ ആൾക്കാർ വെള്ളം ഒഴിക്കുന്നത് ആ ഒരു രീതി ഇതിനില്ല. ഇതിന് വൃത്തിയും നമ്മൾ ഇത് വേരുപടലങ്ങളിൽ എത്തിക്കുന്ന ഒരു രീതിയാണ്. പിന്നെ നനവ് മീപ്പം മാത്രമേ ഉള്ളൂ, അല്ലാതെ മൂട്ടിൽ നനയ്ക്കുന്ന ഒരു ശീലമില്ല. അങ്ങനെയുള്ള വ്യത്യാസമാണ്. ഏതായാലും ഇവിടുത്തെ കൃഷി ഇങ്ങനെ ഒരു വിജയമാക്കിയതിന് ടിവിയുടെ ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ താലൂക്കിൽ വെൺമണി പഞ്ചായത്തിലാണ് ശ്രീമാൻ ശ്രീകുമാറിന്റെ കൃഷിത്തോട്ടം. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ കൂടിയായ ശ്രീകുമാർ ഒരു നല്ല സമ്മിശ്ര കർഷകനാണ്. അദ്ദേഹത്തിന്റെ കൃഷിത്തോട്ടവും അവിടുത്തെ പ്രത്യേകതകളും നമുക്കൊന്ന് നേരിട്ട് കാണാം. ഏവർക്കും സ്വാഗതം. നമസ്കാരം ശ്രീകുമാർ. നമസ്കാരം. ശ്രീകുമാർ, ഈ കൃഷി അല്ലാണ്ട് പിന്നെ വേറെ എന്താ പരിപാടിയുള്ളത്? കൃഷി ആട് വളർത്തുന്നുണ്ട് സാറേ. ആട് വളർത്തും, പശുവുണ്ട് അല്ലേ? പിന്നെ കൃഷിയായിട്ട് എന്തൊക്കെയുണ്ട്? കൃഷിയായിട്ട് പച്ചക്കറി ഐറ്റംസ് എല്ലാം ഉണ്ട്. പിന്നെ ഏത്തവാഴയുണ്ട്, കാച്ചിട്ടുണ്ട്, ചേനയുണ്ട്, ചേനയുണ്ട്, കപ്പയുണ്ട്. എത്ര സ്ഥലമുണ്ട് ഇവിടെ? എനിക്ക് സ്വന്തമായിട്ട് 1 ഏക്കർ 5 സെന്റ് ഭൂമിയുണ്ട്. പിന്നെ ബാക്കി വല്ല പാട്ടമായിട്ട് ചെയ്തു. പാട്ടമായിട്ടൊക്കെ എടുത്തിട്ട് എത്ര കാലമായി കൃഷിയിലൊക്കെ? അച്ഛനൊക്കെ ഒരു കൃഷിയുടെ ഇടപാടായിരുന്നു. അത് തന്നെ പരമ്പരാഗതമായിട്ട് കൃഷിയാണ്. അതങ്ങനെ തുടർന്ന് വരികയാണ് അല്ലേ? കൃഷി അല്ലാണ്ട് പിന്നെ ഓട്ടോറിക്ഷ അത് സമയമുള്ള സമയത്ത് ഓട്ടോറിക്ഷ വിളിക്കുന്നത് വീട്ടിൽ തന്നെ കിടക്കാറുള്ളൂ. വിളിക്കുമ്പോൾ പോകുന്നു, അതിന്റെ ഓട്ടം വരുമ്പോൾ അങ്ങനെ ഒരു സമ്മിശ്ര കാര്യങ്ങളാണ് നടത്തുന്നത്. ഇതിലൊക്കെ സഹായിക്കാൻ ആരുണ്ട്? എൻ്റെ കുടുംബമാണ്, വൈഫുണ്ട് കൂടുതലും. ഈ കൃഷി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നല്ല സഹായമാണ്. അതിനകത്ത് ഞങ്ങളുടെ കൃഷി ഓഫീസർ അതിൽ കൂടുതൽ സഹായിക്കുന്നു. പിന്നെ അതിൻ്റെ കൂടെ 2 പേര് വന്നിട്ടുണ്ട് ഞങ്ങളുടെ കൃഷി ഓഫീസിൽ നിന്ന്. നമ്മുടെ റെനി സാറും അൻവർ സാറും. അവരെയൊന്നും വിളിക്കുന്നു പരിചയപ്പെടാൻ. ഇത് ഞങ്ങളുടെ കൃഷി അസിസ്റ്റന്റാണ് റെനി സാർ. താങ്കൾക്കല്ലേ ഒരു അവാർഡൊക്കെ കിട്ടി? 2 വർഷമായിട്ട് ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും മികച്ച കൃഷി അസിസ്റ്റന്റ്. കൺഗ്രാജുലേഷൻസ്. അൻവർ സാറാണ്. അൻവർ അറിയാം, നേരത്തെ എനിക്കറിയാം നല്ലപോലെ. അൻവർ ഞങ്ങൾക്ക് ഒരുപാട് സഹായം ചെയ്യുന്ന ആളാണ്. ഏതായാലും ശ്രീകുമാറിനെ നിങ്ങൾ സഹായിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ വളരെ സന്തോഷം. ശരി, അപ്പോൾ നമുക്ക് കൃഷികളൊക്കെ ഒന്ന് കാണാം. ശ്രീകുമാർ ഇപ്പൊ എത്ര കാലമായി ആടിനെ വളർത്താനും തുടങ്ങിയിട്ട്? ആടിനെ വളർത്തിയിട്ട് ചെറുതായ പോലെ ഇവിടെ പാടുണ്ട്. ഇപ്പൊ എത്ര എണ്ണം ഉണ്ട്? ഇപ്പൊ ഏതാണ്ട് ഒരു 20-22 ഇപ്പൊ ഉണ്ട്. തള്ളയും കുഞ്ഞുങ്ങളെ ഇതിന് പാല് കറന്ന് എവിടെ കൊടുക്കും? ഇല്ല, ഇതിനെ കറക്കുന്നില്ല. കുട്ടികളെ തന്നെ കുട്ടികളെ ഒരു 6 മാസം ആകുമ്പോഴത്തേക്ക് മുട്ടനെയൊക്കെ വിൽക്കുന്നു. പെണ്ണിനെ നമ്മള് കഴിയാവുന്നതും വളർത്തുന്നു. മുട്ടനെ അങ്ങനെ തൂക്കത്തിന് കൊടുക്കും? അല്ല, ഇവിടെ നമ്മളെ ചന്തയിൽ ആൾക്കാർ വരുന്നുണ്ട്, പിന്നെ മാർക്കറ്റിൽ കൊണ്ടുവന്ന് കൊടുക്കും. തൂക്കിയൊന്നുമല്ല? തൂക്കിയല്ല, ഇവിടെ തൂക്കമില്ല. ഒരു ശരാശരി ഒരു 6 മാസമായ കുഞ്ഞിന് എന്ത് കിട്ടും? ഒരു 7,000 രൂപയ്ക്ക് മേളിലിട്ട് കിട്ടും. അപ്പോഴേക്കും കുഞ്ഞൊരു ഇച്ചിരി തുടങ്ങുമോ? ആ പ്രായത്തിലുണ്ട്. ആടുവിൽ ഇപ്പോഴും ഡിമാൻഡുള്ളൊരു സാധനമാണ്.
ഈ ഇതിന് തീറ്റ എങ്ങനെയാണ് പുതിയ? തീറ്റ നമ്മൾ തൂപ്പുണ്ട്, ആ അത് കഴിഞ്ഞ് പിന്നെ പുളിരിപ്പൊടി ഉപയോഗിക്കുന്നുണ്ട്. ആ അതാണ് എൻ്റെ മെയിൻ. ഈ പുഷ്ടി ഓക്കെ പുഷ്ടി ഒക്കെ അതിൻ്റെ കൂടെ കലക്കി കൊടുക്കുന്നുണ്ട്. കറക്കലൊട്ടുമില്ല. കറക്കലില്ല. കറക്കൽ നമ്മുടെ ഇവിടെ പശു ഉള്ളതുകൊണ്ട് പാലിൻ്റെ ആവശ്യമില്ല. തന്നെ കുഞ്ഞുങ്ങളെ ഒരു ഇതിന് 3 അതെ, കുഞ്ഞു വലുതാവണമെങ്കിൽ പാല് കുടിച്ചാലും കൊള്ളാം. വളരെ ഒരു സൈഡ് ബിസിനസ്. നോക്കാൻ വരെ വൈഫാണ്. വേറെ അസുഖങ്ങൾ വലുതൊക്കെ വരുന്നുണ്ടോ? ഇല്ല, അസുഖങ്ങളൊന്നും ഇതുവരെയും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ശ്രീകുമാറിനിപ്പോൾ എത്ര പശുണ്ട്? ഇപ്പം 3 പശു. 3 പശുക്കളുണ്ടല്ലേ? ഇത് കിടാവാണല്ലേ? ഇപ്പം ചെനയായിട്ടുണ്ട്. എന്ത് പ്രായമായിട്ടുണ്ടോ അതിനിപ്പോൾ? ഇപ്പം 2 വയസ്സ്. അത്രയായിട്ടുണ്ട്. അപ്പോൾ എത്ര മാസം ചെനയുണ്ട്? 5 മാസം ചെനയുണ്ട്. 5 മാസം ചെനയുണ്ട്. പൊതുവേ ഇതിൻ്റെയൊക്കെ തീറ്റക്രമമൊക്കെ എങ്ങനെയാണ്? തീറ്റ ഞങ്ങൾ ജേഴ്സി ഉണ്ട്, ആ പിന്നെ പല്ലറ്റുണ്ട്, ആ പരുത്തിയുണ്ട്. പരുത്തിയുണ്ട്. അത് 3 കൊടുക്കുന്നുണ്ട്. പിന്നെ കച്ചി വല്ലതും കൊടുക്കും? കച്ചിയുണ്ട്. കച്ചിയുണ്ട്. കൂടുതലും പുല്ലാണ്. പുല്ലാണ് അധികം. കച്ചി. പാലൊക്കെ എവിടെ കൊടുക്കും? പാല് വീടുകൾക്ക് കൊണ്ട് മിൽമയ്ക്ക് കൊണ്ട്. ശരി. ഞാനൊരു മിൽമയുടെ ബോർഡ് പേപ്പർ കൂടാണ്. ഓ അത് ശരി. കറക്കുന്നതൊക്കെ ഞാൻ തന്നെയാണ്. തന്നെ കറക്കും. അപ്പോൾ അതിന് വേറൊരു എക്സ്പെൻസ്. അങ്ങനെയൊക്കെ ചെയ്താലേ ഇതൊക്കെ ഒരു ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ. രാവിലെ എഴുതി പശുവിനെ കറന്നിട്ടാണ് ഓട്ടോറിക്ഷ. രാവിലെ പാല് കൊണ്ട് കൊടുത്തു തരും. അതിനിടയ്ക്ക് ഓട്ടം വരുന്ന ഓട്ടത്തിന് പോകും. എല്ലാം ഇങ്ങനെ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നടക്കുന്നു. ചാണകമൊക്കെ ഇവിടെ കൃഷിക്ക് കൂടുതൽ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പുറത്ത് പോകുന്നുണ്ട്. ഡിമാൻഡുണ്ട്. പിന്നെ വണ്ടി വരാനുള്ള സൗകര്യം എനിക്കുണ്ട്. അതുകൊണ്ട് അതെ അതെ. ചാണകത്തിന് എപ്പോഴും ഒരു ലിമിറ്റേഷൻ അതാണ്. പലയിടത്തും വണ്ടി എത്തില്ല. വണ്ടി എത്തുന്നതാണ് ചാണകം. ഇപ്പോൾ നല്ല ഡിമാൻഡാണ്. ഇപ്പോൾ ഈ ജൈവ കൃഷിയൊക്കെ വന്നിട്ടുള്ളതുകൊണ്ട് ആളുകൾക്കെല്ലാം ചാണകത്തിൻ്റെ മഹത്വം അറിയാം. അതിനിപ്പോൾ വിലയുണ്ട്. രോഗങ്ങളോ പ്രശ്നങ്ങളൊന്നും ഇവിടുത്തെ ആ വളർത്തൽ രീതി എങ്ങനെയാണ്? ഇവിടെ കുടുംബത്തിലൊരു അംഗത്തെ പോലെയാണ്. കുളിപ്പിക്കുകയൊക്കെ ചെയ്യും? എല്ലാ ദിവസവും കുളിപ്പിക്കും. ഓ ശരി. അപ്പോൾ ശ്രീകുമാർ പോകുമ്പോൾ വൈഫ് കുളിപ്പിക്കും. സാധാരണ ഈ കറവ എത്ര മാസം ആകുമ്പോൾ അടുത്ത കുത്തിവയ്പ്പ് കൊടുക്കും? 3 മാസം കഴിയുമ്പോൾ അടുത്ത കുത്തിവയ്പ്പ്. അതിൽ നിന്ന് ആവശ്യമാതെ 5-8 മാസം വരെ 8 മാസം വരെ കടന്നേ പറ്റൂ. നിങ്ങളൊക്കെ അങ്ങനത്തെ പശുക്കളാണ്. 8 മാസം കടന്നേ. അതാണ് ഒരു എക്കണോമിക്കലായിട്ടും അത് തന്നെയാണ് നല്ലത്. വെൺമണി കൃഷിഭവൻ്റെ പരിധിയിലുള്ള ശ്രീകുമാർ മൗട്ടത്തുമലയിൽ ശരിക്കും വളരെ പ്രത്യേകതയുള്ള ഒരു കർഷകനാണ്. കാരണം നമ്മുടെ പുതുതലമുറയിൽ കാർഷിക മേഖലയോട് ഒരു ആഭിമുഖ്യം കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ അദ്ദേഹം ബേസിക്കലി അദ്ദേഹത്തിൻ്റെ തൊഴിലെന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷ ഡ്രൈവിംഗ് ആണ്. പക്ഷേ ആ ഓട്ടോറിക്ഷ ഡ്രൈവിങ്ങിൻ്റെ ഇടയ്ക്ക് സമയം കണ്ടെത്തിയിട്ട് അദ്ദേഹത്തിന് 3-4 കറക്കുന്ന പശുക്കളുണ്ട്, 10-30 ആടുണ്ട്, മത്സ്യമുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സമ്മിശ്ര കർഷകൻ. അതും സ്വന്തം വീട്ടുവളപ്പിലും അദ്ദേഹത്തിൻ്റെ സ്വന്തം പുരയിടത്തിൽ തന്നെയാണ്. അത് പച്ചക്കറി ഭയങ്കര നല്ലൊരു പച്ചക്കറി കർഷകനാണ്. ഈ വർഷത്തെ കർഷക ദിനത്തിൽ ഞങ്ങളിവിടെ അദ്ദേഹത്തെ മികച്ച യുവ കർഷകനായിട്ട് ആദരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഈ ഓട്ടോറിക്ഷ ഒരു ഉപജീവന മാർഗമായിട്ട് കാണുന്ന സാധാരണക്കാർ അത് തന്നെ ഉപജീവന മാർഗം എന്നുള്ള രീതിയിൽ പിന്നെ ജീവിച്ചു വരുമ്പോൾ ഈ സമയത്ത് ഈ ഓട്ടോറിക്ഷ എനിക്ക് തോന്നുന്നത് ഞങ്ങളൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ കാണാം ആഴ്ചയിലൊരു ദിവസമൊക്കെ ആഴ്ചയിലേക്ക് വേണ്ടുന്ന പുല്ല് കംപ്ലീറ്റ് അപ്പുറത്ത് കിടക്കുന്ന പുഞ്ചയിൽ നിന്ന് ഇറക്കി കെട്ടി വണ്ടിക്കകത്തായി കൊണ്ടുപോവുകയും അത്ര ഹാർഡ് വർക്കിങ്ങാണ്. രാപകലില്ലാതെ ഹാർഡ് വർക്കിങ്. 3-4 പശുക്കൾ, ഇത്ര ആട്, കോഴി, മീൻ, വീട്ടുവളപ്പിൽ ഒരുപാട് കൃഷിയുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഞങ്ങൾക്ക് അഭിമാനപൂർവ്വമായിട്ട് ഇവിടെ നമുക്ക് അടുത്ത വരുന്ന തലമുറയ്ക്ക് നമുക്കൊരു മാതൃകയാക്കാൻ പറ്റും ഇത്രയ്ക്കൊരു ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ കൃഷി ഒന്നുകൂടെ ഒന്ന് വ്യാപിപ്പിക്കണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഈ പറയുന്നത്. അദ്ദേഹത്തിന് ഈ പറയുന്ന ഈ ഹൈ ടെക്നോളജിയിലേക്കൊന്നും അദ്ദേഹം എത്തപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇവിടെ മറ്റു പല കർഷകരുടെ അതൊക്കെ കണ്ടിട്ട് അദ്ദേഹം ഹൈടെക് മഴമറ അതുപോലെയുള്ള കൃഷിയിലേക്ക് വരാം. അദ്ദേഹത്തിന് അതിനുള്ള സ്ഥലമുണ്ട്, ചെയ്യാമെന്നുള്ള രീതിയിലാണ്. അടുത്ത വർഷത്തേക്കൊക്കെ അത് ചെയ്യാമെന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതെന്താണ് ഈ ടാങ്കി കിടക്കുന്നത്? സാർ, അസോള എന്ന് പറയും. എന്തിനുപയോഗിക്കുന്നത്? നമ്മൾ പശുവിന് ഞാനിപ്പോൾ കൊടുക്കുന്നത്. അത് ശരി. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇത് ഒരു വിറ്റാമിനുള്ള സാധനമാണെന്നാണ്, പ്രോട്ടീനുള്ള സാധനമാണെന്ന് പറഞ്ഞ് അതിന് ക്ഷീരവികസന ഓഫീസിൽ നിന്ന് അവർ സബ്സിഡി അതിനുണ്ടായിരുന്നു. അത് ശരി. അവർ ആ ഷീറ്റുമൊക്കെ തന്നെല്ലാം തന്നേക്കുന്നതിൻ്റെ. അത് ശരി. നിങ്ങൾ എത്ര കാലമായി വളർത്തുന്നു? ഞാനിപ്പോൾ 2 വർഷമാണ്. ഇത് വേഗം വളരുമോ? വെട്ടം വിടുന്നു. രാവിലെ ഒരു 1.5 കിലോളം ഇത് ഞാൻ എടുക്കുന്നുണ്ട് രാവിലെ. ദിവസം എടുത്ത് എന്തിനോട്? പശുവിനോട്. പശു നല്ലപോലെ തിന്നുമോ? പശു നല്ലപോലെ കഴിക്കും. അത് ശരി. അതുകൊണ്ട് ഒരു പ്രയോജനമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പശുവിന് തീറ്റയ്ക്ക് മറ്റുള്ള കാലിത്തീറ്റ കുറവ് മതി. ഇത് പിന്നെ ചേമ്പാണ്. വെട്ടിയേമ്പ. ഇതിപ്പോൾ എത്ര മാസം പ്രായമായതാ? ഇവർക്ക് ഒരു 5 മാസം മതി. 8 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് പറിക്കാറുണ്ട്. സാധാരണ രീതിയിൽ നട്ടു വളർത്തുക. സാധാരണ രീതിയിൽ നട്ടു വളർത്തുക.
പ്രത്യേകിച്ചുള്ള പരിചയം ഒന്നുമില്ല, കാരണം ഇവിടെ ചാണകമൊക്കെ ഉള്ളത് കൊണ്ട് ഈ സിൽപ്പാളിൻ കുളത്തിൽ എന്തെന്നാ കിടക്കണേ? ഇപ്പോൾ ചെറിയ മീൻവളത്തിൽ തുടങ്ങിയതാണ്. മീൻ വളത്തിൽ തുടങ്ങിയത് അല്ലേ? എന്ത് മീനൊക്കെ ഇട്ടിരിക്കണേ? ഗ്രാസ്കർ, ഗ്രാസ്കാർപ്പ്, രോഹു, ആ, കട്ട്ള. പിന്നെ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ? കുഞ്ഞുങ്ങളാണ്, വലുതായിട്ടില്ല. ഇപ്പൊ എത്ര നാളായിട്ടിട്ട്? ഇപ്പോൾ 1 മാസമായി. 1 മാസമായി. അതിലിപ്പോ സോള കൊടുക്കുന്നുണ്ട്, പിന്നെ ഇലകൾ കൊടുക്കുന്നുണ്ട്. വേറെ എന്ത് കൊടുക്കും? അതായിട്ട് തീറ്റ കിടപ്പുണ്ടല്ലോ. ഇത് ഇപ്പം മീൻ്റെ ഫിഷ് ഫുഡ് ഇപ്പം കൊടുക്കുന്നുണ്ട് കുഞ്ഞുങ്ങളായതുകൊണ്ട്. നിങ്ങൾ തീറ്റ ആവശ്യത്തിലധികം ഇടുന്നുണ്ട്, അതുകൊണ്ട് അതൊക്കെ ബാക്കി കിടക്കുന്നത്. മീൻ അങ്ങനെ ആവശ്യത്തിൽ കൂടുതൽ തീറ്റ കൊടുക്കരുത്, അസുഖവും വരും. ഇത് ആദ്യമായിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ് സാറേ. അതെ, അത് കണ്ടറിയാം. അല്ലെങ്കിൽ ഇത്രയും തീറ്റ ആരും ഇടില്ല. അത് മീൻ പെട്ടെന്ന് വയറ് വീർത്ത് അസുഖമൊക്കെ ഓരോന്നോരോന്നും അങ്ങനെ ശ്രമിച്ച് വരുന്നുണ്ട് അല്ലേ? ഞാൻ വെൺമണി കൃഷിഭവനിലെ കൃഷി അസിസ്റ്റൻ്റാണ്. എൻ്റെ പേര് റെനി തോമസ് എന്നാണ്. വെൺമണി തന്നെയാണ് സ്വദേശം. ശ്രീകുമാരേട്ടൻ്റെ തൊട്ട അയൽവാസി കൂടിയാണ്. ചെറുപ്പം മുതൽ അദ്ദേഹത്തിൻ്റെ കൃഷികളൊക്കെ കണ്ടാണ് ഞങ്ങൾ വളർന്നത് തന്നെ. അതുപോലെ തന്നെ ഇതുപോലെ പാലൊക്കെ വീട്ടിലേക്ക് ആവശ്യമായ പാലുകളെല്ലാം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് മേടിക്കുന്നത്. ഈ ഓട്ടോറിക്ഷ ഓടിക്കൽ തൊഴിലിൻ്റെ കൂടെ അദ്ദേഹം ഒരു മുഴുവൻ സമയ കർഷകനായി വരുന്നുണ്ട്. അതുപോലെ തന്നെ കൃഷിഭവൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കാൻ പുള്ളി തയ്യാറാവുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ രീതിയിലുള്ള കൃഷികളിലോട് വരുന്ന ആഭിമുഖ്യം പുറത്താനും വരുന്നുണ്ട്. കൂടാതെ തന്നെ പച്ചക്കറി മുഴുവൻ സമയം ഒരു പച്ചക്കറി കർഷകനാണ് അദ്ദേഹം. ഇവിടുത്തെ വിപണിയിലൊക്കെ സാധനങ്ങളൊക്കെ സ്ഥിരമായിട്ട് എത്തിക്കുന്ന ഒരു മുഴുവൻ സമയ പച്ചക്കറി കർഷകൻ കൂടിയാണ് അദ്ദേഹം. പുതിയ യുവാക്കൾ കൃഷിയിലേക്ക് കടന്നു വരുന്ന യുവാക്കൾക്ക് നല്ലൊരു മാതൃക കൂടിയാണ്. അദ്ദേഹത്തെ അനുകരിച്ച് ധാരാളം പേർ വെൺമണിയിൽ കൃഷി ചെയ്യാനായി തയ്യാറായി വരുന്നുണ്ട്. ശ്രീകുമാറെ, ഇവരുടെ എല്ലാ സഹകരണത്തോടെയാണല്ലോ കൃഷി. തീർച്ചയായിട്ടും. അപ്പൊ ഇവരെയൊക്കെ പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. തീർച്ചയായിട്ടും. ഒന്ന് പരിചയപ്പെടുത്തും. ഇത് സാറേ ഇതിൻ്റെ ഭാര്യ പേര്? കൃഷ്ണകുമാരി. അമ്മ? എത്ര കുട്ടികളാ? ഒരു മോള്. ഇതമ്മയാണ്. നമ്മുടെ പേര് സൂതിക്കുട്ടി അമ്മ. അത് ചേട്ടൻ്റെ മോനാണ്. അവൻ അരുൺകുമാർ അല്ലേ? അരുൺകുമാർ മാത്രം നല്ല പൊക്കത്തിലുള്ള ആളല്ലേ? എല്ലാവർക്കും കൈരളി ജീവിയുടെ അഭിമാനം. ഭൂമിഗീതം പരിപാടി സംബന്ധിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കൃഷി സംബന്ധമായ സംശയങ്ങളും ദയവായി ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ മേൽവിലാസം ഭൂമിഗീതം, കൈരളി TV, കൈരളി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം. ഭൂമിഗീതത്തിൻ്റെ ഈ ഉപാഖ്യാനം ഇന്നിവിടെ അവസാനിക്കുകയാണ്. അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.